തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഫൈനൽ റിസൾട്ട് വന്നിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും തീർച്ചയായിട്ടും UDFന്റെ സ്ഥാനാർത്ഥി ശ്രീ രാഹുൽ ഗാന്ധി അഭിനന്ദിക്കുകയാണ് ഈ അവസരത്തിൽ. അദ്ദേഹം കഴിഞ്ഞ തവണ കാഴ്ചവെച്ച രീതിയിൽ അത്രത്തോളം എത്തിയിട്ടില്ല എങ്കിൽ പോലും ആ ഒരു രീതിയിലുള്ള പ്രകടനം കാഴ്ചവെച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ രാജ്യത്താകമാനം ഇന്ത്യ മുന്നണിക്കൊരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് അത് ഈ രാജ്യത്തെ ജനങ്ങൾ വർഗീയ ഫാസിസത്തിന്റെ അതിന്റെ ഒരു അപകടം മനസ്സിലാക്കിക്കൊണ്ട് ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി പല സംസ്ഥാനങ്ങളിലും വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതും വലിയ ആശ്വാസം നൽകുന്ന ഒന്നാണ്. ഇവിടെ വയനാട് മണ്ഡലത്തെ സംബന്ധിച്ച് പറഞ്ഞാൽ എന്നെ സ്ഥാനാർത്ഥിയാക്കുന്നതിന് തീരുമാനിച്ച എന്റെ പാർട്ടിയോടും ആ പാർട്ടിയുടെ തീരുമാനത്തെ അംഗീകരിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടും ആദ്യം തന്നെ നന്ദി പറയുന്നതോടൊപ്പം തന്നെ 2 മാസക്കാലത്തോളം ഈ മണ്ഡലത്തിൽ ഇതിന്റെ എല്ലാ മേഖലകളിലും പല തവണയായി പല വിഭാഗം ജനങ്ങളെയും കാണുകയും അവരുമായൊക്കെ സംവദിക്കുകയും ഒക്കെ ചെയ്ത എന്നെ ആ രീതിയിൽ ഇത്രയേറെ സന്തോഷത്തോടെ സ്വീകരിച്ച വോട്ട് ചെയ്യുക അത് അവർക്കെല്ലാം അവരുടേതായ രാഷ്ട്രീയമുണ്ട്. അതിനെ അങ്ങേയറ്റം ബഹുമാനത്തോടെ കണ്ടുകൊണ്ട് ഇത്രയും സൌഹാർദ്ദപൂർവ്വം എന്നെ സ്വീകരിച്ച വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ മുഴുവൻ മനുഷ്യരോടും എന്റെ നന്ദി കൂടി രേഖപ്പെടുത്തുകയാണ്. തീർച്ചയായിട്ടും ഈ പൊതു തെരഞ്ഞെടുപ്പിന്റെ ഇപ്പോൾ വരെ വന്നിട്ടുള്ള പൊതുവായ റിസൾട്ട് എന്ന് പറയുന്നത് ഈ രാജ്യത്തെ വർഗീയ ഫാസിസ്റ്റുകൾ കൈയടക്കുന്നതിൽ നിന്നും പിടിച്ച് നിർത്താൻ കെൽപ്പുള്ള ഒരു പ്രതിപക്ഷത്തെ കൂടി നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് എന്നുള്ളതും അങ്ങേയറ്റം ആശ്വാസമാണ്. ഇവിടെ സംസ്ഥാന തലത്തിൽ ചില വലിയ രീതിയിലുള്ള ഒരു വോട്ട് പാറ്റേൺ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടല്ലോ. സീറ്റുകളുടെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണല്ലോ. LDF അക്കൗണ്ട് തുറന്നത് കേരളത്തിൽ NDA ഫൈനൽ റിസൾട്ട് ഒന്നും വന്ന് കണ്ടില്ല. ഒരു മണ്ഡലത്തിൽ NDA തീർച്ചയായിട്ടും ഒരു മുന്നിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ കണ്ട ചാനലുകളിൽ കണ്ടത്. എന്തുതന്നെയായാലും അതൊക്കെ പരിശോധിക്കേണ്ട വിഷയങ്ങളാണ്. എന്തുകൊണ്ട് ആ ഒരു മണ്ഡലത്തിൽ മാത്രം വർഗീയ ഫാസിസ്റ്റ് ശക്തികൾക്ക് ഇടം കൊടുക്കപ്പെട്ടു ആ മണ്ഡലത്തിൽ, അങ്ങനെ അതിനെ വിജയിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ റിസൾട്ട് പൂർണ്ണമായും വന്നിട്ടില്ല എന്നുള്ളത് കൂടി വേണം കാണാൻ. അപ്പോൾ അത് തീർച്ചയായിട്ടും ഈ സംസ്ഥാനത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പരിശോധിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ആ മുന്നണി അതിന്റെ നേതൃത്വവും അക്കാര്യങ്ങൾ വളരെ വിശദമായി ചർച്ച ചെയ്യുകയും വിലയിരുത്തുകയും ചെയ്ത് അവരുടെ നിലപാടുകൾ നിങ്ങളിലൂടെ ഈ സംസ്ഥാനത്തെ ജനങ്ങളെ അറിയിക്കുന്നു. റായ്ബറേലിയിലും രാഹുൽ ഗാന്ധി ജയിച്ചിരിക്കുകയാണ്. ഇനി ഒരുപക്ഷെ എത്രത്തോളം ഇവിടെ വീണ്ടും ഒരു മത്സര സാധ്യതയ്ക്ക് കളവൊരുങ്ങുമോ? അങ്ങനെയെങ്കിൽ താങ്കൾ വീണ്ടും മത്സരരംഗത്തുണ്ടാവും. അല്ല, ഇത് നമ്മുടെ പാർലമെന്ററി ജനാധിപത്യത്തിൽ ഒന്നിലേറെ മണ്ഡലങ്ങളിൽ മത്സരിക്കാം. അങ്ങനെ ഒന്നിലേറെ മണ്ഡലങ്ങളിൽ മത്സരിച്ചാൽ എല്ലാ മണ്ഡലങ്ങളും വിജയിച്ചാലും ഒരു മണ്ഡലത്തിന്റെ പ്രതിനിധിയായി മാത്രമേ നിൽക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധി 2 മണ്ഡലത്തിൽ മത്സരിച്ചു. അതിൽ ഏതെങ്കിലും ഒന്ന് രാജിവെക്കണം. അത് അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെയും തീരുമാനമാണ്. അതിൽ അഭിപ്രായം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല.